വടകരയിൽ ഹെവി വെയിറ്റ് പോരാട്ടം നടക്കുന്ന കേരളത്തിലെ മണ്ഡലമായിട്ടുള്ള വടകരയിൽ ഷാഫി പറമ്പിലിനൊപ്പമാണ് ഇന്ന് ന്യൂസ് 18 ഉള്ളത്. ഈ പുറത്ത് കാണുന്നത് പോലെ തന്നെ വലിയ തിരക്ക്, വലിയ ജനക്കൂട്ടമാണ്. നമ്മൾ ഷാഫിയോട് തന്നെ ചോദിക്കാം. വാർത്തകളിലും വാർത്താ ഹെഡ്ലൈനുകളിലും നിറഞ്ഞു നിൽക്കുക കൂടിയാണ് ഇന്ന് വടകര ലോക്സഭാ മണ്ഡലം. പല കാരണങ്ങൾ കൊണ്ട് തന്നെ വടകര ഇളക്കി മറിക്കുകയാണല്ലോ. അതാണോ ഈ സർവേയിലൊക്കെ തോൽവി പ്രവചിച്ചാലും ഒരു വിഷയമില്ല എന്നുള്ള ആത്മവിശ്വാസം അതുകൊണ്ടാണോ? അതായത് ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം തന്നെ. നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ അന്നത്തെ പ്രോഗ്രാം പലരും അത് ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്താണെന്ന്, ലോറിയിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിനെ മാച്ച് ചെയ്യുന്ന റെസ്പോൺസാണ് ഞങ്ങൾക്ക് താഴോട്ട് പോകുന്തോറും കിട്ടിയത്. നിയോജകമണ്ഡലത്തിൽ പോയപ്പം, പഞ്ചായത്ത് തലങ്ങളിൽ പോയപ്പോൾ, ഇപ്പോൾ ബൂത്ത് തലങ്ങളിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസ് പോസിറ്റീവാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിലെ ജയപരാജയം തീരുമാനിക്കുന്ന ജനങ്ങളാണല്ലോ. പിന്നെ സർവേ എതിരായ എക്സ്പീരിയൻസ് മുമ്പും ഉണ്ട്. അപ്പം അത് ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പം ജനങ്ങളുടെ റെസ്പോൺസ് കാണുമ്പം നമുക്ക് ഉള്ള ചെറിയ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ്. കംഫർട്ടബിളായിട്ട് ജയിക്കാൻ കഴിയും. മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത രീതിയിൽ ആരോപണങ്ങള്, പരാതികള്, ആ രീതിയിലുള്ള വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു വടകര മണ്ഡലം. അതിന് കൃത്യമായിട്ട് UDF സ്ഥാനാർത്ഥിക്ക് മറുപടി കൊടുക്കുന്നതിന് ഒരല്പം താമസം വന്നു എന്നുള്ളൊരു തോന്നലുണ്ടോ? ഞാൻ അതിന് മറുപടി കൊടുക്കാത്ത യാഥാർത്ഥ്യമായിട്ട് പുലബന്ധമില്ലാത്ത പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത്. അപ്പൊ അതിന് മറുപടി മുന്നണിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അധികം വൈകാതെ അത് പറയും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു ആരോപണം എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിക്കപ്പെടുമ്പോൾ അത് ജനങ്ങൾക്ക് മുൻപാകെ കുറച്ചും കൂടെ വിശദമാക്കേണ്ടതല്ലേ? ഞങ്ങളുടെ പാർട്ടി മുന്നണിയും ഒക്കെ വിശദമാക്കിയിട്ടുണ്ട്. ഞാനും പറയും, പറയാതെ ഒന്നിരിക്കില്ല. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഞാൻ ഒന്നും വേണ്ട, നിങ്ങളൊക്കെ എന്നെ എത്ര വർഷമായിട്ട് കാണുന്നു, അസംബ്ലിയിലും അല്ലാതെയും പുറത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും എന്റെ പ്രസംഗവും എന്റെ അസംബ്ലി സ്പീച്ചും ഉൾപ്പെടെ എല്ലാം കാണുന്ന ആളുകളാണ്. ഞാനും 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതല്ലേ. അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങൾക്കും അറിയാലോ, നമ്മൾ ഏത് രീതിയിലാണ് ഇലക്ഷനെ ഫേസ് ചെയ്യാറുള്ളത്, ഇതുവരെയും എങ്ങനെ ഇലക്ഷൻ നേരിട്ടുള്ളതൊക്കെ നിങ്ങൾക്കും അറിയാം. അതിൽ എന്റെ പേരൊക്കെ അത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചഴക്കുന്നത് ഒരുപക്ഷെ പാർട്ടി നിർദ്ദേശമായിരിക്കും. അപ്പൊ അതിന് കൃത്യമായിട്ട് മറുപടി ഉണ്ട്. അത് ഞാൻ എല്ലാ മാധ്യമങ്ങളും കൂടെ കണ്ടിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ പറയുന്നത്. അതായത് മറ്റ് ഒരുപക്ഷെ കോൺഗ്രസും UDFും ഉന്നയിക്കുന്ന ബോംബ് രാഷ്ട്രീയത്തിൽ നിന്ന് വിഷയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെന്നാണ് കെ മുരളീധരൻ ഇന്ന് രാവിലെ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയം കൂടെ ഉണ്ടാവണേ എല്ലാരും കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജെനുവിൻ ആയിട്ടുള്ള, ജനങ്ങളെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഇവിടെ പറയാനുണ്ട്. ആ ഇഷ്യൂസ് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് എത്തുന്നില്ല. പല ക്യാമ്പയിനിൽ പോകുമ്പോൾ ആൾക്കാർ പറയുന്ന ആ പോയിന്റ് വിട്ടുപോയി. ഇപ്പൊ ഇവിടുന്ന് എന്നോട് പറഞ്ഞു സിവിൽ പോലീസ് ഓഫീസേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല, പ്രസംഗത്തിൽ PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല. ഇങ്ങനെ ഒരുപാട് ജെനുവിൻ ഇഷ്യൂസ് ഞങ്ങൾക്ക് പറയാനുണ്ട്. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂ ഡീവിയേഷന്റെ ആവശ്യം വരുന്നില്ല. ഇതിനൊപ്പമാണ് ഇവിടെ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചത്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഗ്രേവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം അതിനകത്ത് റിമാൻഡ് റിപ്പോർട്ടിൽ പോലും പറയുന്നത് ഇത് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണെന്ന് ഇതിലെ പ്രതികൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ കിടന്ന് പൊട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഞങ്ങൾക്കെതിരെ വരുമായിരുന്നു, ഞങ്ങളുടെ ആർക്കെങ്കിലും പരിക്കേൽക്കുമായിരുന്നു, ഞങ്ങളുടെ ആർക്കെങ്കിലും ജീവൻ പോകുമായിരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതൊരു സീരിയസ് പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ്. അപ്പൊ അത്തരം ഇഷ്യൂസ് വരുമ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ചില തരത്തിലുള്ള കാര്യങ്ങൾ പറയാം. മൊത്തം പാർലമെന്റ് ഇലക്ഷനിൽ ഓരോ സ്ഥാനാർത്ഥിയും നേരിടുന്ന കാര്യങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള നേരിടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിട്ട് പറയട്ടെ, ഞങ്ങളാണോ അത്തരം സൈബർ അറ്റാക്കിനെ ഓൺ ചെയ്തത് അതോ വേറെ ചിലരാണോ എന്നുള്ളത് ഒരു വിലയിരുത്തൽ ജനങ്ങൾ നടത്തട്ടെ. ജനങ്ങളെയും മാധ്യമങ്ങളെയും കണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ രീതിയിൽ സൈബർ പിന്തുണയുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ. ആ രീതിയിൽ സൈബർ ലോകത്ത് വലിയ പിന്തുണയുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് സ്വാഭാവികമല്ലേ? അല്ല, എന്തിനാണ് അതിലെവിടെയാ സ്വാഭാവികത? എനിക്ക് ഒരു ഗുണമില്ലാത്ത ഒരു കാര്യം ഈ ഇലക്ഷനെ സംബന്ധിച്ചോ പൊതുപ്രവർത്തകൻ എന്നുള്ള ലേബലിനെ സംബന്ധിച്ചോ ഒരു തരത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യാത്തൊരു കാര്യം എന്റെ അറിവോടെ 4 ആളുടെ മുമ്പിൽ ചെയ്യാൻ ഞാൻ പറയില്ല എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്നതല്ലേ.
അതിനവിടെയല്ല. അവിടെ എന്നെ ഇൻഡിവിജ്വലി അതൊന്ന് അറ്റാക്ക് ചെയ്യാൻ ഒരു കാര്യവും കാരണവും കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ മീഡിയ കാണുമ്പോൾ ഞാൻ പറയും. പക്ഷെ കേസ് എടുത്തിരിക്കുന്നതിൽ മുസ്ലിം ലീഗ് നേതാവുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ അവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവും? അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഞാൻ ഈ നേതാക്കന്മാരോട് പോസ്റ്റ് ഷെയർ ചെയ്യാൻ പറഞ്ഞതാണോ? ഞാൻ അങ്ങനെ അവാസ്തവമായ ഒരു കാര്യത്തെയും ഞങ്ങൾ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം തന്നെ അത്തരത്തിൽ നടത്തിയ മറ്റെല്ലാ പ്രചരണങ്ങളിലും കേസെടുക്കുവോ? അത്തരത്തിൽ അറ്റാക്ക് ചെയ്യപ്പെട്ട മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും നീതി ഉണ്ടാവും. അത് അതിന്റെ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. ഐ വിൽ മീറ്റ് ദ മീഡിയ സൂൺ. ഞാനത് കാണുമ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് ഇപ്പൊ കേസ് എടുത്തിരിക്കുന്ന ആൾക്കാർക്കെതിരെ പാർട്ടി തലത്തിലോ മുന്നണി തലത്തിലോ ഒരു നടപടി ഒരു തരത്തിലും അവാസ്തവമായ കാര്യങ്ങളെ ഞാൻ ഓൺ ചെയ്യില്ല. ഞാൻ പിന്നെ എന്റെ മുന്നണിയോട് ഓൺ ചെയ്യാൻ പാടില്ല എന്നുള്ള പറയുകയും ചെയ്യും. ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് സ്ത്രീ വോട്ടർമാരെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമെന്ന് ഷാഫി പേടിക്കുന്നുണ്ടോ? വോട്ടർമാർ അങ്ങനെ അത്ര അങ്ങോട്ട് എന്താ പറയാ, അങ്ങനത്തെ ഇല്യൂഷൻസിൽ വീണു പോകുന്ന വോട്ടർമാരല്ല വടകരയിലുള്ളത്. അവർക്ക് കാര്യങ്ങൾ ജഡ്ജ് ചെയ്യാൻ അറിയാം. ഞങ്ങളൊക്കെ പബ്ലിക് പ്രൊഫൈലിലും പബ്ലിക് ലൈഫിലും ഉള്ള ആളുകൾ തന്നെയാണല്ലോ എല്ലാവരും. ഇതിപ്പോ ഈ സ്ഥാനാർത്ഥിയായതിന്റെ ശേഷം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവരല്ലല്ലോ. അപ്പോൾ ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് ഇത്ര കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്, ഇനി എത്ര കാലം എങ്ങനെ മുന്നോട്ട് പോയതെന്നൊക്കെ അറിയാവുന്നവരല്ലേ ഇവിടുത്തെ ജനങ്ങളുള്ളത്. അപ്പം അത്തരം ഡീവിയേഷനാണ് പലരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് വടകരയിലെ ജനങ്ങൾ അതിൽ വീണു പോകുമെന്ന് ഞാൻ കരുതുന്നു. 2 വനിതാ എംഎൽഎമാരെ UDF നിന്ന് തന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനൊരു വിഷയത്തിനെതിരെ പ്രതികരിക്കാൻ രംഗത്തിറക്കിയത് ആ ഒരു പേടിയുള്ളത് കൊണ്ടല്ല. എന്തിനാ നിങ്ങൾ അവരെയൊക്കെ നിർബന്ധിച്ചിട്ട് പ്രതികരിക്കുന്ന ആളുകളാണ്? നിങ്ങൾ അവരെയൊന്നും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. KK രമയെ പോലെ ഒരാളെ നിർബന്ധിച്ചാലേ പ്രതികരിക്കുകയുള്ളൂ എന്നുള്ളത്. അവരൊക്കെ അതിന്റെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നിലപാടുള്ളവരും പറയാൻ ആരെയും ഭയമില്ലാത്തവരും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അസംബ്ലിക്കകത്ത് എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറയുന്ന ഒരാളെ ഇനി ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ട് വേണം ഒന്ന് പ്രതികരിപ്പിക്കാൻ. അത് പിന്നെ ഒരു സ്ത്രീ വോട്ടർ ഇവിടുത്തെ MLA ആണ്. വോട്ടർമാരോട് അവര് പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും ഒക്കെ കാര്യങ്ങൾ ഫാക്ച്വൽ ആവണമെന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവര് പറഞ്ഞാലും ഫാക്ച്വൽ ആയിരിക്കും. ഞാൻ അടുത്ത ദിവസം പറയാൻ പോകുന്നതും ഫാക്ച്വൽ ആണ്. ഞാൻ ഇതൊന്ന് മാറ്റി. ഇപ്പൊ വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് ഈ പ്രചാരണം മുഴുവൻ നടക്കുന്നത്. അപ്പോഴും 2019 തരംഗമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം 2024 അങ്ങനെ ഒരു ആത്മവിശ്വാസം എന്തുകൊണ്ടാണ് ഷാഫിക്ക്? അതല്ല, അതിനെ തരംഗത്തിന്റെ മാത്രമല്ല, അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് രാജ്യം. ഈ കോൺസ്റ്റുവൻസി പൊളിറ്റിക്കലി ഏറ്റവും അലേർട്ടായിട്ടുള്ള കോൺസ്റ്റുവൻസിയാണ്. കേരളത്തിലെ ഏറ്റവും പൊളിറ്റിക്കലി അലേർട്ടായിട്ടുള്ള കോൺസ്റ്റുവൻസി ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും വടകരയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് ഇവിടുത്തെ വോട്ടർമാർ. അപ്പൊ അത് തരംഗങ്ങൾക്കും അപ്പുറത്തേക്ക് ഗൗരവം വന്നിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു തരംഗം വരേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇവിടുത്തെ 2 മുന്നണികൾക്കും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് അവരൊക്കെ നിലനിൽക്കുന്നത്. അത് ജനവിരുദ്ധ ഭരണകൂടങ്ങളോട് ഒരുപാട് ചോദ്യങ്ങൾ ജനങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ അവര് ഡിഫൻസിലാണ്. പെൻഷൻ കൊടുക്കുന്നില്ല, ഇവിടെ ആളുകൾക്ക് ശമ്പളം കിട്ടുന്നില്ല, ലംസം ഗ്രാന്റുകൾ മുടങ്ങുന്നു, അതുപോലെ തന്നെ ഒരു RC ബുക്ക് പോലും പ്രിന്റ് ചെയ്ത് കിട്ടുന്നില്ല, സിദ്ധാർത്ഥന്റെ മരണം ഉൾപ്പെടെ ഒരുപാട് ചോദ്യങ്ങൾ, ബോംബ്. അപ്പുറത്താണെങ്കിൽ പെട്രോളിന്റെ ഡീസലിന്റെ പ്രൈസിന്റെ, അതുപോലെ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വളരെ സീരിയസ് ഇഷ്യൂ, CAA ഉൾപ്പെടെ രാജ്യത്തിന് ഒരു ഗുണം ചെയ്യാത്ത വിഭാഗീയ അജണ്ടകൾ. ഇപ്പൊ ദേ ആർ ആൻസറബിൾ ടു ദ പീപ്പിൾ. അവര് ജനങ്ങളോട് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലാണ്. ഞങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്ത് സാഹചര്യമാണ് ജനങ്ങളോട് ഇവർ പോയി സംസാരിക്കാനുണ്ടാവുക? ഒന്നുമില്ല. തിങ്സ് ആർ ഇൻ ഫേവർ ഓഫ് us. അപ്പോഴും വികസനം ഒന്നും പറയുന്നില്ല, അക്രമ രാഷ്ട്രീയം മാത്രം. TP ചന്ദ്രശേഖരൻ വിഷയം പറഞ്ഞുകൊണ്ടാണ് പ്രചാരണം തുടങ്ങുന്നത്. ഇപ്പൊ ഇവിടെ പ്രസംഗിച്ചത് കേട്ടു എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇടത് ക്യാമ്പ് പറയുന്നത് വികസനത്തെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നായിരുന്നു. അവരെ സംസാരിക്കാൻ ഞങ്ങൾ എന്തിനാ സമ്മതിക്കുന്നത്? അവർക്ക് സംസാരിച്ചൂടെ? അവരുടെ നാവോ അവരുടെ വായ ഞങ്ങളുടെ കയ്യിലാണല്ലോ. അവർക്ക് വികസനം എന്ത് വേണമെങ്കിലും സംസാരിച്ചോട്ടെ. ഇടതോ BJP സംസാരിക്കും. പക്ഷെ ജനങ്ങളെ കൺവിൻസ് ചെയ്ത് പറയാൻ പറ്റണ്ടേ? ഇവിടുത്തെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിന്റെ കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ.
അപ്പൊ അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ അത് പറയാൻ പറ്റുന്നില്ല. പിന്നെ അവരെ ഞങ്ങൾ പറയാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന ന്യായം എന്താ? അവർക്ക് എന്താ പറയേണ്ടതെന്ന് അവരല്ലേ ചൂസ് ചെയ്യുന്നത്. വിഷയം നിങ്ങൾ അതിൽ മാത്രം നിർത്താൻ അപ്പൊ ഞങ്ങൾ തീരുമാനിച്ച വിഷയത്തിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുള്ളൂ. അവർക്ക് വേറെ അജണ്ടകളൊന്നും ഇല്ലേ? എന്നാ പിന്നെ അവർക്ക് ഇപ്പൊ ഈ കറണ്ട് ഞാൻ ചോദിക്കുന്ന അവരേറ്റെടുത്ത വിഷയങ്ങൾ എന്താ? അവരേറ്റെടുത്ത വിഷയങ്ങൾ ഇപ്പൊ ഇവിടെ ഈ നഗരത്തിൽ മുഴുവൻ പ്രകടനം നടത്തിയത് ഏതെങ്കിലും വികസനം പറഞ്ഞിട്ടല്ല. പാവം തൊഴിലുറപ്പ് തൊഴിലാളികളെ ഒരു മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് അതും ഞാൻ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ആ പ്രകടനം നടത്തി. എനിക്കെതിരായിട്ടാണ്. അത് വികസന വിഷയമാണോ? ആ പാവങ്ങളുടെ പെൻഷൻ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. അത് കൊടുത്തിട്ട് അതിനെപ്പറ്റി പറഞ്ഞൊരു പ്രകടനം നടത്താൻ പറ്റാത്തത് കൊണ്ട് ഇത്തരം ഇഷ്യൂസിന്റെ പുറകെ പോകുന്നത് അവരാണ്. ഡീവിയേഷൻ ആഗ്രഹിക്കുന്നത് അവരാണ്. അവർ ഈ വ്യക്തിഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുന്നത് മറ്റു കാര്യങ്ങൾ പോസിറ്റീവായി ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. വളരെ രാഷ്ട്രീയപരമായിട്ട് വളരെ അറിവുള്ള ഒരു മണ്ഡലമാണ് എന്നുകൂടെ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഫാസിസത്തിനെതിരായിട്ട് കൂടിയായിരുന്നു നേരത്തെ പ്രസംഗിച്ചത്. ആ ഒരു വിഷയം എത്രത്തോളം അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്? BJP മത്സരത്തിൽ എവിടെയെങ്കിലും മണ്ഡലത്തിലുണ്ടോ? ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല BJP പ്രസിഡന്റിന്റെ പ്രസ്താവന ഒരു കാരണവശാലും പാലക്കാട് ബൈ ഇലക്ഷൻ വരില്ല എന്നുള്ളതാണ്. അതിന് കാരണമായിട്ട് പറയുന്നത് BJP വടകര ജയിക്കും എന്നുള്ളതല്ല. പാലക്കാട് ബൈ ഇലക്ഷൻ വരില്ല എന്ന് വെച്ചാൽ CPM ജയിക്കുമെന്നാണ് BJP പ്രസിഡന്റ് തന്നെ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ പൊളിറ്റിക്സ് എന്തായാലും അത് വടകരയിലെ ജനങ്ങൾ ബൈ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ കോഴിക്കോട് കടപ്പുറത്തെ പ്രസംഗം ഇതിലും വലിയൊരു ക്ലാരിറ്റി CAA വിഷയത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ഇന്ത്യ രാജ്യത്ത് നൽകാനായിട്ടില്ല. ഇന്ത്യയുടെ പൗരത്വത്തിന്റെ മാനദണ്ഡം എന്തെല്ലാം ആയിരിക്കില്ല, എന്തെല്ലാം ആയിരിക്കുമെന്നുള്ളത് വളരെ കൃത്യമായി ഞാൻ ആ പ്രസംഗം പരിഭാഷപ്പെടുത്തുകൂടി ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹം. ഞങ്ങൾ ആ വിഷയത്തെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏത് പോയിന്റിൽ എന്റെ പ്രസംഗം ആരംഭിക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ദേശീയ പ്രാധാന്യത്തിൽ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് എന്റെ പ്രസംഗം ആരംഭിക്കുന്നത്, ഞങ്ങളുടെ പ്രചരണം നടക്കുന്നത്. ഫാസിസത്തിനെതിരെ പറയുന്നു കോൺഗ്രസ്. ഇപ്പോ ഈ മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴും കോൺഗ്രസ് മൃദു ഹിന്ദുത്വവാദികളാണ് എന്നുള്ള വിമർശനം എല്ലാ സമയത്തും ശക്തമാണല്ലോ. ഒരു ബേസ്ലെസ് ആയിട്ടുള്ള കാര്യം കോൺഗ്രസ് മൃദു ഹിന്ദുത്വം. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ആരാ അതൊക്കെ വിശ്വസിക്കുന്നത്? രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് വന്ന് പറഞ്ഞതിൽ അതിൽ കൂടുതൽ എന്താ ഉള്ളത്? ഇപ്പൊ കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് പറഞ്ഞ മറുപടി എന്താ? കേരളം ഒരു മെസ്സേജ് നൽകാൻ ആഗ്രഹിക്കുമ്പോൾ ഒച്ചപ്പാടും ബഹളവും അല്ല, പക്ഷെ വളരെ കോൺക്രീറ്റ് ആയി വളരെ സ്ട്രോങ് ആയി അത് കൊടുക്കാൻ കേരളത്തിന് കഴിയുമെന്ന് കേരളം തെളിയിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പം അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള, അദ്ദേഹം തന്നെ ചോദിച്ച പോലെ CAA വരുമ്പോൾ പോലും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാതെ രാഹുൽ ഗാന്ധിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ നമുക്കുള്ളത്? ആരാ സോഫ്റ്റ് ആവുന്നത്? ആരാ BJPയോട് കോംപ്രമൈസ് ചെയ്യുന്നത്? ആരെ BJP അറ്റാക്ക് ചെയ്യുന്നത്? ആരുമായിട്ടാ BJP ധാരണയിൽ പോകുന്നത്? ഇത് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നിരീക്ഷിച്ച ഏതൊരാൾക്കും മനസ്സിലാവാൻ കഴിയും. അല്ല, അദ്ദേഹം അടുത്ത മീറ്റിംഗിൽ പറഞ്ഞത് എന്താ? ഞാൻ ഒരു കാലത്തും അവരോട് കോംപ്രമൈസ് ചെയ്യില്ല. അതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. എന്റെ പാർലമെന്റ് മെമ്പർ സ്ഥാനം പോയി. എന്നെ ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് അവർ മാറ്റി നിർത്താൻ ശ്രമിച്ചു. അതൊക്കെ ഉണ്ടായാലും ഐ വോണ്ട് സ്റ്റോപ്പ് അറ്റാക്കിംഗ് ദം. അതിൽ കൂടുതൽ ആര് RSSനെ സംഘപരിവാറിനെ എതിർത്തിട്ടുള്ളത്? കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് എത്ര തവണ നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞിട്ടൊരു വിമർശനം കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. രാഹുൽ ഗാന്ധി ഏത് സ്പീച്ചിലാ മോദിയുടെ പേര് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യാത്തത്? ഞങ്ങൾക്ക് അത്തരം ഒരു സോഫ്റ്റ്നെസ്സും ഇല്ല. ഞങ്ങൾ വളരെ സ്ട്രോങ് ആയി തന്നെ സെക്യുലർ ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഈ ഫൈറ്റ് അതിനു വേണ്ടിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് ജയിച്ചു വരാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അങ്ങനെയുള്ള അവകാശവാദികൾക്കിടയിലും SDPയുടെ പിന്തുണ കുറെ ദിവസങ്ങളെങ്കിലും കോൺഗ്രസിനെ ഒരു തലവേദന ഉണ്ടാക്കിയില്ലേ? ഈ കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ അത് വേണ്ടെന്ന് ഞങ്ങളെപ്പോലെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങൾക്കുള്ള ക്ലാരിറ്റി അതിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇവരൊക്കെ ആയിട്ട് പലതരത്തില അഭിമന്യുവിന്റെ മരണത്തിന് ശേഷം പോലും ഒരു മുനിസിപ്പൽ ഭരണം ഇവരുമായിട്ട് ചേർന്ന് നടത്തിയില്ലേ CPM? അപ്പോഴൊന്നും ഈ ചോദ്യങ്ങൾ ഉണ്ടായില്ലല്ലോ. അപ്പം പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ തന്നെ CPMന് വേണ്ടി എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ പോലെ എവറിത്തിങ് ഇൻ ഫേവർ ഓഫ് ദം. എന്തോന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, ആങ്കർ ഉൾപ്പെടെ, ചോദ്യം ചോദിക്കുന്ന ആൾ ഉൾപ്പെടെ. എനിക്കതിനകത്ത് പരാതിയില്ല. ഞങ്ങളുടെ സ്റ്റാൻഡ് പറയാനുള്ള അവസരമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്റ്റാൻഡ് എടുത്ത പോലെ ആ കാര്യത്തിൽ ആരാ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്? ഞങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. സെക്യുലർ ഇന്ത്യക്ക് വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. മതേതര വോട്ടുകളാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് വെച്ച് തന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. UDF അത്രയും വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന ഒരു സമയത്ത് BJPയുടെ ഒരു അക്കൗണ്ട് തുറക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ. അത്
കേരളത്തിൽ എവിടെയെങ്കിലും എന്ത് കാണുന്നു? എവിടെയെങ്കിലും അത് എവിടെയും തുറക്കില്ല. അത് 2 അക്കെന്ന് പറഞ്ഞത് 2-0 സൈബർ ലോകത്ത് വലിയ പിന്തുണ യുവജനങ്ങളുടെ ഉണ്ട്. യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മനസ്സിലുള്ള മാസ്റ്റർ പ്ലാൻ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇവിടുത്തെ യുവജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നല്ല സ്കില്ലുള്ള കുട്ടികളുണ്ട്, പക്ഷെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടക്കാത്തത് കൊണ്ട് അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ സ്വഭാവമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്ലാറ്റ്ഫോം ഫ്ലോട്ട് ചെയ്യാൻ പോവാണ്. അത് അക്കാഡമിക്കൽ, സ്പോർട്സ്, ആർട്സ്, ഇവിടുത്തെ ട്രഡീഷണൽ കളറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിലുള്ള അവരുടെ സ്കില്ലിനെ അവരുടെ ഫ്യൂച്ചറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജായിട്ട് ആ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യും. ഇപ്പൊ നല്ല കഴിവുള്ള ഒരു കുട്ടിയെ അവരുടെ സ്കില്ലിനെ ഡിമാൻഡ് ചെയ്യുന്ന അതിന്റെ ഹൗസസ്, ബിസിനസ് ഹൗസസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹൗസസ് ആണെങ്കിലും ഓണ്ടർപ്രണേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും അതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിൽ നിന്നും ഏബിൾ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ട് ഒരു കുട്ടിയെ തിരഞ്ഞെടുത്ത് അവർക്ക് നമ്മൾ ഫ്രീ ട്രെയിനിങ് കൊടുക്കും. അവർ വഴി ക്ലാസ് മുറിയിലെ മറ്റു കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ വടകരക്കാർ എത്രത്തോളം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടികളുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു കൺസേൺ ആണ്. അപ്പോൾ അത്തരം കോമ്പറ്റീറ്റീവ് ടെസ്റ്റിന് മതിയായിട്ടുള്ള ട്രെയിനിങ്, കോച്ചിങ് കിട്ടാത്ത കുട്ടികൾക്ക്, കഴിവുണ്ടായിട്ടും കിട്ടാത്ത കുട്ടികൾക്ക് അത് പ്രൊവൈഡ് ചെയ്തിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ഓണ്ടർപ്രണീറിയൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ സംരംഭരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനും അതിനുള്ള സപ്പോർട്ടും ബാക്കപ്പ് സപ്പോർട്ടും ഉൾപ്പെടെ. അപ്പോൾ ഗവൺമെന്റ് ഫണ്ടും എയ്ഡും മാത്രമല്ല, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനും ക്യാമ്പയിനും കൊണ്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ സ്പോർട്സ് നല്ല കഴിവുള്ള ആളുകളുള്ള ഒരു സ്ഥലമാണ്. തലശ്ശേരിയൊക്കെ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി ക്രിക്കറ്റിന്റെയൊക്കെ ഒരു ഈറ്റില്ലമാണ്. അതുപോലെ തന്നെ വോളിബോളിനും ഫുട്ബോളിനും ഒക്കെ വലിയ ഇമ്പോർട്ടൻസ് ഇവിടെയുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഒരു സ്പോർട്സ് ലീഗ്, ആദ്യം 2-3 ഇവന്റുകൾ വെച്ചിട്ട് എല്ലാ വർഷവും നടത്തുന്ന ലീഗ് അടിസ്ഥാനത്തിൽ, അപ്പൊ കഴിവുള്ള കുട്ടികളെ അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അതിൽ നിന്ന് കണ്ടെത്തി അവർക്ക് ഫർദർ പ്രൊഫഷണൽ കോച്ചിങ്ങോ മറ്റു സാധ്യതകളോ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പൂർണ്ണ രൂപം ഞാനിത് കഴിയുമ്പോൾ അവതരിപ്പിക്കും. അവസരം കിട്ടുകയാണെങ്കിൽ അത് നടപ്പിലാക്കുകയും ചെയ്യും. ഒറ്റൊരു ലൈറ്റ് ചോദ്യം, സോഷ്യൽ മീഡിയയിലെ കൂടി ഇതുപോലെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന്റെ ബ്രെയിൻ? ആരാണ്? അല്ല, അതിലും ബ്രെയിൻ്റെ അല്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് കൂടെ ഉണ്ടാവണോട്ടാ. ഒരു കാര്യം, എനിക്ക് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വടകരയിൽ ഉപകാരം ചെയ്തു എന്ന് മാത്രം പറയാൻ പറ്റില്ല. വടകര എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഉദ്ഘാടനം ചെയ്തെന്ന് കൂടെ പറയുന്നുണ്ട്.